ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ബ്രേക്ക്ഫാസ്റ്റായിട്ട് ബൺ ദോശ, ഉള്ളി ചമ്മന്തി, മുട്ട പുഴുങ്ങിയത്. ഇതാണ് ന്യൂട്രീഷ്യസ് ഈസി ബ്രേക്ക്ഫാസ്റ്റ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ബൺ ദോശയ്ക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ അരി കുതിരിയിട്ടുണ്ട്. സോക്ക് ചെയ്ത് ഒരു ഗ്ലാസ് ഈ ചെറിയ ഗ്ലാസ്സിലുള്ള അരിയാണ്. ചെറിയ ഗ്ലാസ് ഒരു ഗ്ലാസ് അരി ഇട്ടു. അതിൽ കുറച്ച് നാളികേരം ഇട്ടു, കുറച്ച് ചോറിട്ടു, കുറച്ച് അവലിട്ടു. അത് മൂന്നും കൂടെ അരയ്ക്കാൻ പോകുന്നത്. അരി ചോറ് വെള്ളച്ചോറാണെങ്കിൽ കൂടുതലല്ലായിരുന്നു. ഇതിപ്പോൾ മട്ടരിയുടെ ചോറാണ്. കുറച്ച് നാളികേരം ഇട്ടു. പച്ചരി ഇന്നലെ രാത്രി സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. 3 മണിക്കൂർ സോക്ക് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി ഉപ്പിടണം. കല്ലുപ്പാണ് അതിട്ടു. കല്ലുപ്പിട്ടു. കുറച്ചും കൂടെ തേങ്ങ ഇടാം. തേങ്ങ എത്ര ഇടുള്ളൂ അത്രയും സുഖമാണ്. കുറച്ചും കൂടെ തേങ്ങ ഇട്ടു കേട്ടോ. തേങ്ങ, അവല്, ചോറ്, അത് കഴിഞ്ഞാൽ പച്ചരി കേട്ടോ. ഒക്കെ കൂടി ഇതിൽ ചേർത്തു. ഇനി ഇത് അരയ്ക്കാൻ പോവാണ്. കുറച്ച് വെള്ളം ചേർത്താൽ മതി. നല്ല പോലെ അരിഞ്ഞു കേട്ടോ. ബൺ ദോശയുടെ മാവ് നല്ല പോലെ അരിഞ്ഞു. ഇത് നല്ലപോലെ ഇളക്കണം. ഇത് നമ്മൾ അരച്ചു. പക്ഷേ ഇതിപ്പോൾ തലേ ദിവസം നമ്മൾ അരച്ച് വെക്കേണ്ടതായിരുന്നു. ഇതിപ്പോൾ ഞാൻ അരച്ചില്ല. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നത് കാരണം കൊണ്ട് ഞാൻ ഇനോ ചേർക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം അരച്ച് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാം. ഇനോ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനോ ചേർത്തുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. കൊച്ചു കുട്ടികൾ പോലും ഇനോ ചേർക്കണം, കഴിക്കണം. അതിൽ സോഡാക്കാരം ഒരു നുള്ളു കഴിച്ച് ചേർത്തൊന്നും കുഴപ്പമില്ല. ഇതിൽ സോഡാക്കാരൊന്നും ചേർക്കില്ല. ഞാൻ ഇനോണ ചേർത്ത് ഇളക്കി അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വെക്കണം. അതിന് ശേഷം നമുക്ക് ബൺ ദോശ ഉണ്ടാക്കാം. ഉള്ളി ചമ്മന്തി ആയിരിക്കും അതിൻ്റെ നല്ല കോമ്പിനേഷനാണ്. മുളക് വറുത്ത ചമ്മന്തി കേട്ടോ. മുളക് ചമ്മന്തി കുറച്ച് മതി. എന്താ വെച്ചാൽ കുറച്ചല്ലേ ഉണ്ടാക്കും. ഇതിനായിരുന്നു പാൻ വെച്ചു. സോസ് പാൻ വെച്ചു. ഒരു തുള്ളി എണ്ണ ഒഴിച്ചു. പിന്നെ അതിൽ നമുക്ക് ഇടേണ്ട സാധനങ്ങൾ മുളക് 4-5 മുളക്, പിന്നെ സബോള അരി, എല്ലാ സബോളയും ഇടാം. പച്ചമുളക് വേണ്ട. കറിവേപ്പില, ഇഞ്ചിയൊന്നും വേണ്ട കേട്ടോ. വെറും കറിവേപ്പില മാത്രമേ ഉള്ളൂ. കറിവേപ്പില, പച്ചമുളക്, അല്ലപ്പോൾ ചുവന്ന മുളക്, ഉള്ളി അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റി എടുക്കണം. കറിവേപ്പില വേണമെങ്കിലും ഇടാം കൂടുതൽ. ഉള്ളി, മുളക്, കറിവേപ്പില മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല കേട്ടോ. അതേപോലെ വഴറ്റി ഒരു ബ്രൗൺ കളർ വന്നു. ഇപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ കേട്ടോ. നമുക്ക് ഇപ്പോൾ പാൻ നല്ലോണം ചൂടായി. നമുക്ക് ഇതിൽ നല്ലോണം പൊന്തി വന്നു. ഈനോ ചേർത്തപ്പോൾ നിങ്ങൾ ഈനോ ചേർക്കണം ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം വൈകുന്നേരം അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എടുക്കുമ്പോൾ നല്ല പോലെ പൊന്തി വരും കേട്ടോ. അമർത്തി കൊടുക്കണ്ട. ലേശം നെയ്യ് വേണമെങ്കിൽ പറ്റി കൊടുക്കാം കേട്ടോ. ടേസ്റ്റിന് വേണ്ടിയിട്ട് നിർബന്ധമൊന്നുമില്ല. പറ്റി കൊടുക്കാൻ ഞാൻ അത് അടച്ചു വെക്കണം. ഒരു മിനിറ്റ് വെച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ തുറന്നു നോക്കിയത് ഇതാ വന്ന് വീർത്തു. ഇനി നോക്കൂ, എല്ലാം വേവും ചെയ്തു. വേണമെങ്കിൽ നമുക്കൊന്ന് മറിച്ചിടാം. ഇനി നെക്സ്റ്റ് കേട്ടാ. ഇത്ര എളുപ്പ കാലാവാന്നറിയോ ബൺ ദോശ. പരത്താൻ നിൽക്കരുത്. മുളക്, കറിവേപ്പില വറുത്തത്, അതിൽ ലേശം ഉപ്പ് ചേർക്കുന്നതിന് ഉപ്പ് പോയെങ്കിൽ ഉപ്പ് ചേർക്കാൻ ചമ്മന്തി. ഇതാ മുളക് ചമ്മന്തി തയ്യാറായത് നോക്കും കേട്ടോ. നല്ല രസമുണ്ട്. ഇനി അതിലൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കും. പുളിയൊന്നും ചേർത്തില്ല. ബൺ ദോശയ്ക്ക് ഏറ്റവും ടേസ്റ്റുള്ള ചമ്മന്തി അത്. ഇതാ ബൺ ദോശ തയ്യാറായി നോക്കൂ. എന്താ രസം ബൺ ദോശ കേട്ടോ.
എന്ത് രസമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും നോക്കണം. ഇനോ ഇടണം നിർബന്ധമില്ല. ഇനോ അല്ലെങ്കിൽ ഇത് സോഡാക്കാരം അതൊന്നും ഇടണം. അല്ലെങ്കിൽ അപ്പക്കാരം എന്ന് പറയും, അത് ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഇടണം വെച്ചെങ്കിൽ വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നും പരച്ച് വെച്ചാൽ നാളെ രാവിലെ എടുത്താൽ വളരെ രസമുള്ള നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് പഞ്ഞി പോലെയുള്ള ദോശ കിട്ടും. വളരെ സ്വാദുള്ളതാണ്, വളരെ ഹെൽത്തിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മുട്ട വയ്ക്കുക, ഒരു പഴക്കഷ്ണം വയ്ക്കുക, എന്നിട്ട് കുട്ടികളും വലിയവരും കഴിക്കുക. ദിവസം മുട്ട കൊടുക്കണം കുട്ടികൾക്ക്. ദിവസം വലിയൊരു മുട്ട കഴിക്കണം എന്നാണ് പറയുന്നത്. വളരെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്, എസ്പെഷ്യലി ഈ വർഷക്കാലത്ത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ.